BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ അപ്രതീക്ഷിതമായ വെട്ടിനിർത്തലുകളാണ് നടന്നത്. വീരശൂര പരാക്രമികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പല പ്രമുഖരും ഇത്തവണ മത്സര രംഗത്തില്ല. ഗ്രൂപ്പ് വൈരാഗ്യവും എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനവും പലരുടെയും സ്വപ്നങ്ങൾ തകർത്തു. സീറ്റ് നിഷേധിക്കപ്പെട്ട പ്രമുഖരുടെ പട്ടിക പരിശോധിക്കാം. 1. പന്തളം സുധാകരൻ. അടൂരിൽ പന്തളം സുധാകരൻ മത്സരിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. എന്നാൽ ഐ ഗ്രൂപ്പിലെ ആഭ്യന്തര സമവാക്യങ്ങളും അടൂർ പ്രകാശിന്റെ കടുത്ത ഇടപെടലും പന്തളം സുധാകരന് തിരിച്ചടിയായി. അടൂർ പ്രകാശിന്റെ വിശ്വസ്തനും അദ്ദേഹത്തിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളതുമായ ഒരു വ്യക്തിയെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. അടൂർ പ്രകാശിന്റെ വിശ്വസ്തനും അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ വരെ നോക്കി നടത്തുന്ന ആളെയുമാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന ആക്ഷേപം എതിർചേരിൽ നിന്നുമുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് സംഘടനാപരമായ മേഖലയിൽ യാതൊരു പരിചയമില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സംഘടനാ രംഗത്ത് വലിയ പരിചയമില്ലാത്ത ഒരാളെ തിരികെ കയറ്റി എന്ന ആരോപണം പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. ഇത് അടൂർ പ്രകാശിന് മണ്ഡലത്തിലുള്ള സ്വാധീനം നിലനിർത്താനാണെന്ന് ആരോപിക്കപ്പെടുന്നു. 2. ജോസഫ് വാഴക്കനാണ്. കഴിഞ്ഞ തവണ മൂവാറ്റുപുഴയിൽ പരാജയപ്പെട്ട ജോസഫ് വാഴക്കന് ഇത്തവണ സീറ്റ് നൽകേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വാഴക്കൻ തഴയപ്പെട്ടപ്പോൾ പകരം യുവനേതാക്കൾക്കോ അല്ലെങ്കിൽ പ്രാദേശികമായി സ്വാധീനമുള്ള പുതിയ മുഖങ്ങൾക്കോ അവസരം നൽകാനാണ് നീക്കം. 3. ദീപ്തി മേരി വർഗീസ്. കൊച്ചി കേന്ദ്രീകരിച്ച് സീറ്റിനായി ശ്രമിച്ചിരുന്ന ദീപ്തി മേരി വർഗീസിനും ഇത്തവണ നിരാശയായിരുന്നു ഫലം. വനിതാ പ്രാതിനിധ്യം വേണമെന്ന് ഹൈക്കമാൻഡ് പറയുമ്പോഴും ഗ്രൂപ്പ് പോരിൽ ദീപ്തി പിന്തള്ളപ്പെട്ടു. കൊച്ചിയിലോ തൃപ്പൂണിത്തുറയിലോ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ദീപ്തിക്ക് പകരം മുഹമ്മദ് ഷിയാസിനെ പോലുള്ള നേതാക്കളെ നിലനിർത്താനാണ് UDF താൽപര്യപ്പെടുന്നത്. മറ്റൊന്ന് എൽദോസ് കുന്നപ്പള്ളിയാണ്. വിവാദങ്ങളും കേസുകളും എൽദോസ് കുന്നപ്പള്ളിക്ക് വിനയായി. സിറ്റിംഗ് MLA ആയിരുന്നിട്ടും ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് നൽകുന്നതിനോട് KPCCയിലെ ഒരു വിഭാഗത്തിന് വിയോജിപ്പുണ്ടായിരുന്നു. ഗ്രൂപ്പ് സമവാക്യങ്ങളും അദ്ദേഹത്തിന് അനുകൂലമായിരുന്നില്ല. പെരുമ്പാവൂരിൽ എൽദോസിന് പകരം കോൺഗ്രസിലെ ഒരു പ്രമുഖ യുവ നേതാവിനെയോ അല്ലെങ്കിൽ ജനസമിതിയുള്ള പുതിയ മുഖത്തെയോ ആണ് UDF രംഗത്തിറക്കുന്നത്. അരിത ബാബുവാണ് മറ്റൊരു നേതാവ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് LDFിലെ കരുത്തയായ പ്രതിഭയെ വിറപ്പിച്ച പോരാട്ടം കാഴ്ചവെച്ച അരിത ബാബുവിനെ ഇത്തവണ UDF പരിഗണിച്ചില്ല. 2026 മണ്ഡലം തിരിച്ചുപിടിക്കാൻ കൂടുതൽ കരുത്തരായ അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വഴങ്ങുന്ന സ്ഥാനാർത്ഥികൾ വേണമെന്ന പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടാണ് അരിതയ്ക്ക് തിരിച്ചടിയായത്. എ ഗ്രൂപ്പിന്റെ ശക്തമായ വക്താവായ അരിതയെ വെട്ടിനിരത്തിയത് ഐ ഗ്രൂപ്പിലെ ചില പ്രമുഖരുടെ ഇടപെടലാണെന്നുള്ള ആക്ഷേപവും ശക്തമാണ്. മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന അരിതയെ മാറ്റി നിർത്തിയത് യുവാക്കൾക്കും വനിതകൾക്കും പ്രാധാന്യം നൽകുമെന്ന ഹൈക്കമാൻഡ് പ്രഖ്യാപനത്തിന് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പകരം M ലിജുവാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കെ സുധാകരൻ. എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് കെ സുധാകരനെയാണ്. കണ്ണൂരിൽ മത്സരിക്കാൻ അദ്ദേഹം വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ആദ്യമൊന്നും പാർട്ടി വഴങ്ങിയില്ല. സുധാകരന് പകരം മുൻ മേയർ TO മോഹനനെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിച്ചത്. ഇത് സുധാകരൻ പക്ഷത്തെ നിരാശയിലാക്കിയെന്ന് മാത്രമല്ല, സുധാകരൻ കടുംപിടുത്തവും തുടരുകയായിരുന്നു. തനിക്ക് പകരം സ്വന്തം നോമിനിയെ പോലും അവിടെ പ്രതിഷ്ഠിക്കാൻ സുധാകരന് താല്പര്യമുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ 2ാം ഘട്ട പട്ടികയിൽ തന്റെ പേരില്ല എന്ന് മനസ്സിലാക്കിയ സുധാകരൻ തനിക്കിനി തന്റെ വഴി എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അതൃപ്തരായ നേതാക്കളെയൊക്കെ കൂട്ടി സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്യും എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും അത് നേതൃത്വത്തെ സമ്മർദ്ദത്തിൽ ആക്കുകയും ചെയ്തു. രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് തന്നെ മത്സരിക്കുമെന്നായിരുന്നു സൂചനകൾ. എന്നാൽ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളും രാഷ്ട്രീയ വിവാദങ്ങളും ഉയർത്തിക്കാട്ടി ഒരു വിഭാഗം രംഗത്തെത്തി. ഒടുവിൽ വിജയ സാധ്യത കണക്കിലെടുത്ത് നടൻ രമേശ് പിഷാരടിയെ പാലക്കാട് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതോടെ രാഹുൽ പട്ടികയ്ക്ക് പുറത്തായി. ഇത് യുവാക്കൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സജി ജോസഫാണ് മറ്റൊരു നേതാവ്. DCC വൈസ് പ്രസിഡന്റായ സജി ജോസഫിന് സീറ്റ് നിഷേധിച്ചത് വലിയ കലാപത്തിനാണ് വഴിവെച്ചത്. കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. KC വേണുഗോപാലിന്റെ തട്ടകമായ ആലപ്പുഴയിൽ സജി ജോസഫിന്റെ ഈ നീക്കം കോൺഗ്രസിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മലയൻകീഴ് വേണുഗോപാൽ. തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന നേതാവായ മലയൻകീഴ് വേണുഗോപാലിന് ഇത്തവണ സീറ്റ് ലഭിക്കുമെന്ന് അനുയായികൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ തലമുറ മാറ്റം എന്ന ഹൈക്കമാൻഡിന്റെ നയം അദ്ദേഹത്തിന് വില്ലനായി. സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ ജില്ലയിലെ ഐ ഗ്രൂപ്പിനുള്ളിൽ വലിയ അതൃപ്തി പുകയുന്നുണ്ട്. വൈഷ്ണ സുരേഷ്. വിളിച്ചുണർത്തി മോഹിപ്പിച്ചിട്ട് ഒടുവിൽ കൈവിട്ടു എന്ന അവസ്ഥയിലാണ് യുവനേതാവായ വൈഷ്ണ.
വനിതാ പ്രാതിനിധ്യത്തിന്റെ പേരിൽ സജീവമായി പരിഗണിച്ചിരുന്നെങ്കിലും വമ്പൻ സ്രാവുകൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പുതുമുഖ പരീക്ഷണത്തിന് പാർട്ടി തയ്യാറായില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. എ.ബി. കുര്യാക്കോസാണ് മറ്റൊരു നേതാവ്. യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹിയും എ ഗ്രൂപ്പിന്റെ വിശ്വസ്തനുമായ എ.ബി. കുര്യാക്കോസിന് എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലും സീറ്റ് ലഭിക്കുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ഗ്രൂപ്പ് മാനേജറുടെ ചതുരംഗ കളിയിൽ എ.ബി. പുറത്തായി. യുവാക്കൾക്ക് മുൻഗണന നൽകുമെന്ന് പറയുമ്പോഴും പ്രായോഗിക തലത്തിൽ അത് നടന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇദ്ദേഹത്തിന്റെ മാറ്റം. അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അലോഷ്യസ് സേവ്യർ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. ഇടുക്കി ജില്ലയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ അലോഷ്യസിനെ പരീക്ഷിക്കുമെന്ന് കരുതിയെങ്കിലും മുതിർന്ന നേതാക്കളുടെ സീറ്റ് സംരക്ഷണ തന്ത്രങ്ങൾക്ക് മുന്നിൽ യുവരക്തത്തിന് വഴിമാറേണ്ടി വന്നു. റോയി കെ പൗലോസ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാവായ റോയി കെ പൗലോസിന് ഇത്തവണ സീറ്റ് ലഭിക്കാത്തത് ഹൈറേഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാണ്. ജോസഫ് ഗ്രൂപ്പുമായുള്ള സീറ്റ് വിഭജനമാണ് റോയിക്ക് തിരിച്ചടിയായത്. ജില്ലയിലെ കോൺഗ്രസ് വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുന്ന നേതാവിനെ തഴഞ്ഞത് തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഈ വെട്ടിനിരത്തലുകൾ വിമത നീക്കങ്ങളിലേക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഉദയത്തിലേക്കും നയിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇനി ഉറ്റുനോക്കുന്നത്. അച്ചടക്കമുള്ള ഒരു പട്ടിക പുറത്തിറക്കാൻ ശ്രമിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും അതൃപ്തിയും വരും ദിവസങ്ങളിൽ UDF-ന് കടുത്ത തലവേദനയാകും. ഈ വെട്ടിനിരത്തലുകൾ ഒരു ശുദ്ധീകരണമാണോ അതോ സ്വയം തിരിച്ചടിയാണോ എന്ന് വോട്ടെണ്ണൽ ഫലം തെളിയിക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.